UDF ക്യാമ്പ് വലിയ ആഹ്ലാദത്തിലായിരുന്നു. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് അനുകൂലമായിരുന്നു ആദ്യ ദിവസം വന്നത്. എന്ന് വെച്ചാൽ 29-ന് രാത്രി വന്ന എക്സിറ്റ് പോളുകളെല്ലാം UDFന് അനുകൂലമായിരുന്നു. UDF അധികാരത്തിൽ വരും എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. വൻ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകില്ല, 75-80 സീറ്റിൽ ഒതുങ്ങും UDF എന്ന് പറയുന്നു. 100 സീറ്റിലധികം നേടി അധികാരത്തിലേറുമെന്ന് പറഞ്ഞ UDF കുറച്ച് പിന്നീട് എക്സിറ്റ് പോൾ വന്നപ്പോൾ 75-ലെത്തിയിട്ടുണ്ട് 29-ാം തീയതി വരെ. ഇപ്പോഴിതാ പുതിയ എക്സിറ്റ് പോൾ ഫലം വന്നിട്ടുണ്ട്. അത് ടുഡേസ് ചാണക്യയുടേതാണ്. കഴിഞ്ഞ ദിവസം കൊടുത്ത കണക്ക് തെറ്റായിരുന്നുവെന്ന് ഏഷ്യാനെറ്റ് തന്നെ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നോർക്കണം. എന്താണ് ടുഡേസ് ചാണക്യ പറയുന്നത്? അവർ പറയുന്നത് വോട്ടിംഗ് ശതമാനം ആദ്യം 40% വോട്ട് വരെ ലഭിക്കും UDFന് എന്ന്. അതിൽ 3% കൂടാനും കുറയാനും സാധ്യതയുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. കൃത്യം 40%, അതിൽ 3% കൂടാനും കുറയാനും സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ 37-ആവാം 43-ആകാം എന്നാണ് ടുഡേസ് ചാണക്യ UDFന് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനം പറയുന്നത്. BJPക്ക് ലഭിക്കുമെന്ന് പറയുന്ന വോട്ടിംഗ് ശതമാനം 20%. 20%-ൽ നിന്ന് 3% കൂടാം, 3% കുറയാം. LDFന് പറയുന്നതോ 38%. 38%-ൽ 3% കൂടാം, 3% കുറയാം. നമുക്ക് 40-ഉം 38-ഉം എടുക്കാം. 2% വ്യത്യാസം മാത്രമാണ് ഉള്ളത് വോട്ടിംഗ് ശതമാനത്തിൽ LDFും UDFും തമ്മിൽ. എവിടെയാണ് തരംഗം, എവിടെയാണ് വേവ്, എവിടെയാണ് 100 സീറ്റിലധികം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചതാണ്. കേരളത്തിൽ ഒരു തരംഗവുമില്ല, സർക്കാർ വിരുദ്ധ തരംഗവുമില്ല, പിണറായി വിരുദ്ധ തരംഗവുമില്ല എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് പിണറായി വിജയനാണ്, 33%. UDF നേതാക്കൾ എല്ലാവരെയും കൂട്ടിയാൽ 33% എത്തുന്നില്ല. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും കിട്ടിയ ശതമാനം മുഴുവൻ കൂട്ടിയാലും 33%-ലെത്തില്ല. എന്ന് വെച്ചാൽ ഇന്നും ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നർത്ഥം. അപ്പോൾ എവിടെ പിണറായി വിരുദ്ധ തരംഗം? സർക്കാർ വിരുദ്ധ തരംഗവുമില്ല, പിണറായി വിരുദ്ധ തരംഗവുമില്ല. ഒപ്പത്തിനൊപ്പമാണ് LDFും UDFും. 10 വർഷം കേരളം ഭരിച്ച സർക്കാർ. ആ സർക്കാരിന് എതിരെയുള്ള ചെറിയൊരു ഈ സർക്കാർ വേണോ, മാറണ്ടേ എന്നൊക്കെയുള്ള സംശയം, ആ സംശയം മാത്രമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ LDFന് ലഭിക്കുന്നത് 38% വോട്ട്, UDFന് ലഭിക്കുന്നത് 40% വോട്ട്. ഇതിൽ സീറ്റ് പ്രൊജക്ഷൻ പറയുന്നുണ്ട്. സീറ്റ് പ്രൊജക്ഷൻ പറയുന്നത് 69 ആണ് UDFന്, 69. ഇതിൽ 9 കൂടാം, 9 കുറയാം. ഇതാണ് കണക്ക്. എന്ന് വെച്ചാൽ 60 സീറ്റിൽ മുതൽ 78 സീറ്റ് വരെ ലഭിക്കും UDFന്. 60 സീറ്റ് മുതൽ 78 വരെ സീറ്റ് ലഭിക്കാം UDFന്. ഒരു തൂക്കസഭ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ടുഡേസ് ചാണക്യ പറയുന്നത്. 60 മുതൽ 78 സീറ്റ് വരെ ലഭിക്കാം എന്നാണ്. LDFനോ 64 സീറ്റ് ലഭിക്കും. 64-ൽ 9 കൂടാം, 9 കുറയാം. എന്ന് വെച്ചാൽ 55 മുതൽ 71 സീറ്റ് വരെ ലഭിക്കും. 55 മുതൽ 71 സീറ്റ് വരെ ലഭിക്കും. ഇതാണ് ടുഡേസ് ചാണക്യയുടെ പുതിയ കണക്ക്. BJPക്ക് 3 മുതൽ 11 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട് ടുഡേസ് ചാണക്യ. അത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം BJPക്ക് 3 സീറ്റ് മുതൽ 11 സീറ്റ് വരെ, 3 സീറ്റ് ഉറപ്പ് പറയുന്നു ടുഡേസ് ചാണക്യ. സാധിക്കുമോ എന്നതാണ് സംശയം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവചനങ്ങളെല്ലാം, എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തെറ്റാകാനാണ് സാധ്യത എന്ന വിലയിരുത്തലിലേക്ക് പൊതുജനങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകർ എത്തിയിരിക്കുന്നത്. എന്തായാലും ടുഡേസ് ചാണക്യയുടെ കണക്കുകൂടി വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് UDFന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിലില്ല, പിണറായി വിരുദ്ധ തരംഗവുമില്ല, സർക്കാർ വിരുദ്ധ തരംഗവുമില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നു ടുഡേസ് ചാണക്യയും. കഴിഞ്ഞ ദിവസങ്ങളിലെ ഫലങ്ങളെല്ലാം ഏതാണ്ട് ഇത് തന്നെയാണ് പറയുന്നത്. മൈ ആക്സസ് ഇന്ത്യ മാത്രമാണ് വൻ വിജയം UDFന് പ്രവചിച്ചിരിക്കുന്നത്. മൈ ആക്സസ് ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലം പിന്നീട് പിൻവലിച്ചു. ബംഗാളിൽ കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റേത് പിൻവലിച്ചു എന്ന് അവർ പറഞ്ഞിട്ടില്ല, ബംഗാളിലേത് പിൻവലിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മൈ ആക്സസ് ഇന്ത്യയുടെ ഫലം കൃത്യമല്ല, കണക്കുകൾ കൃത്യമല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സിറ്റ് പോൾ ഫലം പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മൈ ആക്സസ് ഇന്ത്യ 78 മുതൽ 90 സീറ്റ് വരെ UDFന് പ്രവചിച്ച എക്സിറ്റ് പോളാണ് മൈ ആക്സസ് ഇന്ത്യയുടേത് എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ
കേരളത്തിലെ ഫലം ഇപ്പോഴും എക്സിറ്റ് പോളിനകത്തോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവചനത്തിൻ്റെ അകത്തോ ഒതുങ്ങുന്നില്ല. LDF 76 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് LDF കേന്ദ്രങ്ങൾ. നിഷ്പക്ഷമായി വിലയിരുത്തുന്നവരും അതുതന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞത് സർക്കാർ വിരുദ്ധ തരംഗമില്ല, മൂന്നാം പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരാനാണ് സാധ്യത, നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നത് മാത്രം. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. 76 സീറ്റ് LDF ഉറപ്പാണ് എന്ന നിഗമനത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ എത്തുന്നത്.